ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വൃന്ദാവനത്തിൽ ഗോവർദ്ധന പൂജ നടക്കുന്ന ദിവസമാണ്. അപ്പൊ ഞാൻ കരുതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണ ലീലയുടെ കഥ തന്നെ പറഞ്ഞു തരാമെന്ന്. ഒട്ടുമിക്ക എല്ലാവർക്കും കഥ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെതായ രീതിയിൽ ആ കഥയിൽ നിന്ന് കുറച്ച് സാരാംശമൊക്കെ ഉൾക്കൊണ്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രദേവൻ മഴയുടെയും രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ പൃഥ്വിയിൽ ജീവിക്കുന്ന എല്ലാ ജീവചരാചരത്തിനും മഴ എന്നത് അല്ലെങ്കിൽ വെള്ളം എന്നത് അവന്റെ ജീവന്റെ തന്നെ അത്യാവശ്യമായ ഒരു ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവേന്ദ്രനെ അവർ വലിയ രീതിയിൽ തന്നെയായിരുന്നു കണ്ടിരുന്നത്. കാരണം മഴ ലഭിച്ചാൽ മാത്രമല്ലേ ജീവൻ നിലനിൽക്കുള്ളൂ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ദേവേന്ദ്രന് ഒരു വളരെ വലിയ സ്ഥാനം തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാര് നൽകിയിരുന്നു. ഇത് മനസ്സിലാക്കുന്ന ദേവേന്ദ്രന് വളരെ വലിയ രീതിയിലുള്ളൊരു ഗർവുണ്ടായിരുന്നു. അതായത് നാം തന്നെയാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് എന്നും മറ്റ് ദേവന്മാരെക്കാൾ വലിയ സ്ഥാനം എനിക്ക് ഭൂമിയിലുണ്ട് എന്നും, അത് മാത്രമല്ല എല്ലാ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവചരാചരങ്ങൾക്കും ഞാൻ എന്നത് അവന്റെ ജീവന്റെ ഘടകത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ ചിന്തിച്ച് ദേവേന്ദ്രന് വളരെ വലിയ രീതിയിലുള്ളൊരു ഗർവ് ഉണ്ടായിരുന്നു. അങ്ങനെ ദേവേന്ദ്രന് ഇത്തരം രീതിയിലുള്ളൊരു അഹങ്കാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ശ്രീമദ് നാരായണൻ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഈ ഒരു അഹങ്കാരത്തെ വേരോടെ പറിച്ചറിയണം എന്നൊരു ചിന്തയിൽ നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ സമയം എന്ന് പറയുന്നത് ദ്വാപര യുഗമാണ്. ദ്വാപര യുഗത്തിൽ ഭഗവാൻ നാരായണൻ ശ്രീകൃഷ്ണ അവതാരം എടുത്ത് അതിമനോഹരമായി ലീലാവിലാസങ്ങൾ ആടിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ, വൃന്ദാവനത്തിൽ. അങ്ങനെ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വൃന്ദാവന നിവാസികൾ ഇന്ദ്രപൂജ നടത്തുന്ന സമയമായിരുന്നു. അതായത് വൃന്ദാവനം എന്ന് പറയുന്ന ഗ്രാമം തന്നെ, അവിടുത്തെ ആൾക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കാലികളെ മേയിച്ചും അത് മാത്രമല്ല ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ നടത്തിയിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളം എങ്ങനെയാണ് ലഭിക്കുക? മഴയിൽ നിന്ന് മാത്രമേ വെള്ളം ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള മഴ ലഭിക്കാനായിട്ട് ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് അവര് എല്ലാ വർഷവും ഈ തുലാമാസത്തിൽ ദേവേന്ദ്രനെ പൂജ ചെയ്യാറുണ്ട്. ആ വർഷത്തിലെ എല്ലാ വിളവെടുപ്പുകളും ഭഗവാൻ ഇന്ദ്രദേവനെ സമർപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിപുലമായിട്ട് വലിയ തുകയൊക്കെ ചെലവാക്കി, വലിയ സമ്പത്തൊക്കെ ഒരുപാടധികം ചെലവാക്കിയിട്ടുള്ള ഒരു പൂജയായിരുന്നു ഇന്ദ്രപൂജ എന്ന് പറയുന്നത്. കുറെ ദിവസം നീണ്ടു നിന്ന് അങ്ങനെ വളരെ വിപുലമായിട്ട് വൃന്ദാവന നിവാസികൾ മുഴുവൻ ഉൾപ്പെട്ട്, ചെറിയ കുട്ടി മുതൽ ഏറ്റവും വയസ്സായ ആൾക്കാർ വരെ ഉൾപ്പെട്ട് നടത്തിയ ഒരു പൂജയായിരുന്നു. ഇതിലൊക്കെ വളരെ വലിയ രീതിയിൽ അഹങ്കരിച്ചിരുന്നു ദേവേന്ദ്രൻ. പക്ഷേ ദേവേന്ദ്രൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ ഒരു മഴ നൽകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഒരിക്കലും അദ്ദേഹം മറ്റു ദേവന്മാരിൽ നിന്ന് വലുതാവുന്നില്ല. കാരണം ഈ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കർമ്മം മാത്രമാണ് ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മഴ നൽകുക എന്നത്. ഇദ്ദേഹം അത് ചിന്തിക്കുക പോലും ചെയ്യാതെ ഈ ഒരു പൂജ ലഭിക്കുന്നതിലൂടെ വളരെ വലിയ രീതിയിൽ അഹങ്കാരത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം വൃന്ദാവനത്തിൽ ഭഗവാൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. വൃന്ദാവനം അതിമനോഹരമായിട്ട് ഒരുക്കുന്നുണ്ട്. എല്ലാ വൃന്ദാവന നിവാസികളും വലിയ നല്ല രീതിയിലുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് വലിയ വലിയ രീതിയിലുള്ള പലഹാരങ്ങളും അത് മാത്രമല്ല അനേകം ഭക്ഷ്യവസ്തുക്കളും അന്ന് വിളവെടുത്ത എല്ലാ സാധനങ്ങളും എല്ലാം ആയിട്ട് ഭഗവാൻ ദേവേന്ദ്രന് പൂജ അർപ്പിക്കാനായിട്ട് വളരെയധികം സജ്ജരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാന്റെ മനസ്സിൽ ഉത്ഭവിക്കുന്ന ഒരു വലിയ മാറ്റം, ഒരു വലിയ വിപ്ലവത്തിന് കാരണമാവുകയാണ്. ഭഗവാന്റെ മനസ്സിൽ ഉത്ഭവിക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഭഗവാന്റെ മനസ്സിൽ വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ നന്ദഗോപരടുത്ത് പറയുകയാണ്. എന്താണ് ഭഗവാന്റെ മനസ്സിൽ ഉത്ഭവിച്ച ആ ആശയം? നമ്മുടെ കണ്ണൻ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കണ്ണൻ പറയുന്ന പല കാര്യങ്ങളിലും വലിയ വലിയ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് വൃന്ദാവന നിവാസികളും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഒക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും വൃന്ദാവനത്തിലും യശോദാമ്മയുടെ ഇടയിലും നന്ദഗോപരുടെ ഇടയിലൊക്കെ വലിയ വിലയാണ്. അപ്പോൾ കണ്ണന്റെ അച്ഛനോടായിട്ട് പറയുകയാണ്, അച്ഛാ എന്തിനാണ് നമ്മൾ എപ്പോഴും ഈ ഇന്ദ്രപൂജ നടത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദഗോപർ പറഞ്ഞു, നമ്മുടെ ജീവിതം തന്നെ, നമ്മളെല്ലാവരും യാദവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് പശുക്കളെ മേച്ചും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കൃഷിയിലൂടെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ
മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഇന്ദ്രദേവനാണ്. അതുകൊണ്ട് ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്താനായിട്ടാണ് ഇത്തരം പൂജകളൊക്കെ നടത്തുന്നത് എന്ന് അച്ഛൻ മകനോടായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണൻ അച്ഛനോടായിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, അച്ഛാ, ഇന്ദ്രദേവൻ എന്ന് പറയുന്ന ദേവൻ മഴയുടെ ദേവനാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വി നിവാസികൾക്ക് മഴ നൽകുക എന്നത് അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരം രീതിയിൽ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരം രീതിയിൽ നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്? അതിന്റെ ആവശ്യകത എന്താണ്? കാരണം വൃന്ദാവന നിവാസികൾ എന്ന് പറയുന്നത് സാധാരണ ദൈനംദിന ജീവിതത്തിൽ സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു ഇന്ദ്രപൂജ എന്ന് പറയുന്നത് വളരെയേറെ സമ്പത്ത് ഒരുപാടധികം ചെലവാവുന്ന രീതിയിലുള്ള ഒരു പൂജയാണ്. എന്തിനാണ് അച്ഛാ ഇത്രയും അധികം പൈസയൊക്കെ ചെലവാക്കി ഇത്രയും അധികം വിപുലമായിട്ട് ഇന്ദ്രപൂജ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന്റെ കർമ്മം മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് ഉണ്ണി, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദഗോപര് ഒരു നിമിഷം ചിന്തിച്ചു പോവുകയാണ്. അതായത് അദ്ദേഹം ചിന്തിക്കുകയാണ്, കണ്ണൻ പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ ശരിയാണ്. നമ്മളിപ്പോൾ എന്തിനാണ് ഇത്രയും അധികം സമ്പത്തൊക്കെ ചെലവഴിച്ച് ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു ചിന്ത വരികയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതോടൊപ്പം ഒരു ഭയം ഉണ്ട് കേട്ടോ. കാരണം കാലാകാലങ്ങളോളം നടത്തിക്കൊണ്ടുവരുന്ന ഒരു പൂജയാണ്, ഒരു വലിയൊരു കൾച്ചറിന്റെ ഭാഗമാണ് ഇന്ദ്രപൂജ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ണനോടായിട്ട് ചോദിക്കും, അപ്പോൾ ഇന്ദ്രപൂജ അല്ലെങ്കിൽ കണ്ണ എന്താണ് നമ്മൾ അതല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭഗവാൻ ഒരു വലിയൊരു ഉത്തരം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ വിപ്ലവം നിറഞ്ഞതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. കണ്ണൻ അദ്ദേഹത്തിന്റെ പിതാവിനോടായിട്ട് പറയുകയാണ്, നമ്മുടെ ഈ വൃന്ദാവന നിവാസികൾക്ക് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് ഈ കാണുന്ന ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നാണ്. ഈ ഗോവർദ്ധന പർവ്വതത്തിൽ അനേകം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിലുള്ള പച്ചമരുന്നുകൾ ഗോവർദ്ധന പർവ്വതത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, മഴമേഘങ്ങളെ പിടിച്ചു നിർത്തി ഗോവർദ്ധന പർവ്വതം മഴയെ വരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനോടുപരി നമ്മൾ യാദവരായ നമ്മൾക്ക് ഗോക്കളെ മേയ്ക്കാനുള്ള എല്ലാ നല്ല സ്ഥലവും ഗോവർദ്ധന പർവ്വതത്തിന്റെ ചുറ്റും തന്നെ ഉണ്ടായിട്ടുണ്ട്. അനേകം പുല്ലുകളും അത് മാത്രമല്ല നല്ല ഭക്ഷ്യവസ്തുക്കളും കൊണ്ട് സമ്പന്നമാണ് ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്നത്. അപ്പോ ഇന്ദ്രദേവനെ പൂജിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഗോവർദ്ധന പർവ്വതത്തെയല്ലേ പൂജിക്കേണ്ടത് എന്ന് ആരാണ്? നമ്മുടെ കണ്ണൻ അദ്ദേഹത്തിന്റെ പിതാവിനോടായിട്ട് നന്ദഗോപരോടായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദഗോപർക്ക് വളരെയധികം ഇതൊരു ശരിയായ ആശയമാണ് എന്ന് തോന്നുകയാണ്. കാരണം ശരിയാണ്, വൃന്ദാവന നിവാസികൾക്ക് ഗോവർദ്ധനം ഇല്ലാതെ ഒരു ജീവിതം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അത്ര ഗിരിരാജനാണ് ഗോവർദ്ധനം എന്ന് പറയുന്നത്. അത്ര വലിയൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിൽ ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കളില്ല. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ പറയാറുള്ള എക്സോട്ടിക് മെഡിസിൻസ് എന്ന് പറയും. അതായത് വളരെ വളരെ റയർ ആയിട്ടുള്ള പല രോഗങ്ങൾക്കുമുള്ള മെഡിസിൻസ് ഗോവർദ്ധന പർവ്വതത്തിൽ അന്ന് അവൈലബിൾ ആയിരുന്നു എന്നാണ് ഒരു അറിവ്. അത് മാത്രമല്ല, നമ്മളെ ഈ പുല്ലും ഇതൊക്കെ കാലികൾക്ക് മേയാനുള്ള പുല്ലും ഒക്കെ ആ ഒരു ഗോവർദ്ധന പർവ്വതത്തിന്റെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ യാദവരെ സംബന്ധിച്ച് ഗോവർദ്ധന പർവ്വതം എന്ന് പറയുന്നത് ശരിക്കും ഒരു ദൈവത്തെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ ആ പർവ്വതത്തെ അല്ലേ നമ്മൾ പൂജിക്കേണ്ടത്? അത് മാത്രമല്ല, ആ ഗോവർദ്ധന പർവ്വതം ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊന്നും ഗോവർദ്ധന പർവ്വതത്തിന് വേണ്ടി ചെയ്യുന്നില്ല. പക്ഷെ അത് എല്ലാ വർഷവും ആ ഒരു പർവ്വതം, അതിൽ നിന്നുണ്ടാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വൃന്ദാവന നിവാസികൾക്കായിട്ട് പ്രദാനം ചെയ്യുകയാണ്, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ. അപ്പോൾ ആ ഒരു പർവ്വതത്തിനുള്ളൊരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ആ ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് നന്ദഗോപർക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നല് ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ കണ്ണൻ മുന്നോട്ട് വെച്ച ആശയത്തെ നന്ദഗോപുരം നമ്മുടെ കണ്ണനും കൂടി എല്ലാ വൃന്ദാവന നിവാസികളിലും അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന വൃന്ദാവന നിവാസികൾക്കും തോന്നുകയാണ്, ശരിയാണ്, ഗോവർദ്ധന പർവ്വതമില്ലാത്തൊരു വൃന്ദാവനത്തെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അവരുടെ ജീവിതത്തിന്റെ പകുതി മുക്കാലോളം കാര്യങ്ങൾ ഗോവർദ്ധന പർവ്വതത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരും നന്ദഗോപുരം കണ്ണനൊക്കെ പറയുന്ന ഈ ആശയത്തിനോട് യോജിച്ച് ആ വർഷത്തെ ഇന്ദ്രപൂജ മാറ്റിവെച്ച് അവർ ഗോവർദ്ധന
പർവ്വതത്തെ പൂജിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ പൂജയും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നടത്തുന്നത്. ഇന്ദ്രപൂജ പോലെ വളരെയധികം സമ്പത്ത് ചെലവഴിച്ച് അങ്ങനെ വിപുലമായി അങ്ങനെയല്ല നടത്തുന്നത്. ഈ പൂജ എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ ഓരോ ജനത്തിന്റെയും മനസ്സ് അർപ്പിച്ച്, എല്ലാ സന്തോഷവും അർപ്പിച്ച്, എല്ലാ ഭക്തിയും അർപ്പിച്ചിട്ടുള്ള ഒരു പൂജയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ സമ്പത്തൊന്നും ചെലവഴിക്കാറില്ല. വൃന്ദാവനത്തിലെ എല്ലാ വീടുകളിൽ നിന്നും കുറച്ച് ഭക്ഷണങ്ങൾ ഗോവർദ്ധന പർവ്വതത്തിന് മുന്നിൽ അങ്ങനെ നിരത്തി വെച്ച് എല്ലാ വൃന്ദാവന നിവാസികളും ഗോവർദ്ധന പർവ്വതത്തിന് മുന്നിൽ വന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുഞ്ഞു കുട്ടികളായാലും ആഘോഷത്തിൽ പാട്ടുപാടി ഡാൻസ് കളിച്ച് നൃത്തമൊക്കെ ആടി അതിമനോഹരമായിട്ടുള്ളൊരു സന്തോഷം തന്നെ ആ പർവ്വതത്തിനോടും ആ വൃന്ദാവന നിവാസികൾ അതിൻ്റെ മുന്നിൽ നിന്നും പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം രീതിയിലായിരുന്നു ഒരു പൂജ നടത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വൃന്ദാവനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ വൃന്ദാവന നിവാസികൾക്കിടയിൽ തന്നെയുള്ള പൂജാരിമാർ, അതായത് ബ്രാഹ്മണരായിരുന്നു ഗോവർദ്ധന പർവ്വതത്തിന് പൂജ അർപ്പിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല എല്ലാ വൃന്ദാവന നിവാസികളും ഈ പൂജയിൽ ഉൾപ്പെട്ടും ഇരുന്നു. മറ്റേ ഇന്ദ്രപൂജ എന്ന് പറയുന്നത് വളരെ വലിയ ദൂരത്ത് നിന്നൊക്കെ വലിയ വലിയ ശ്രേഷ്ഠരായ സന്യാസിമാരെയൊക്കെ ഉള്ളിലേക്ക്, അതായത് വൃന്ദാവനത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വളരെ വിപുലമായിട്ട് വളരെ പൈസയൊക്കെ ചെലവാക്കി നടത്തുന്ന ഒരു പൂജയാണ്. പക്ഷെ ഈ പൂജ അങ്ങനെ ഒന്നുമല്ല. അതായത് ഭഗവാൻ തന്നെ കാണിച്ചു തരാണ്, സ്വയം സമർപ്പിതമായിട്ടുള്ള പൂജയ്ക്കപ്പുറം വേറൊരു പൂജയോ വേറൊരു ഭക്തിയോ ഇല്ല എന്ന് നമുക്ക് ഏവർക്കും പഠിപ്പിച്ചു തരുന്ന രീതിയിലുള്ള ഒരു പൂജയായിരുന്നു ഗോവർദ്ധന പൂജ എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു മികച്ച കർമ്മയോഗി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു കർമ്മം ചെയ്യുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതിനെ ആ ആശയത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകിയ ഒരാളായിരുന്നു ഭഗവാൻ കണ്ണൻ. അപ്പോൾ ഈ ഗോവർദ്ധന പൂജ എന്ന് പറയുന്നത് കർമ്മയോഗത്തിൽ എത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് മാനവർക്കിടയിൽ ഭഗവാൻ എത്തിച്ചു കൊടുക്കുന്ന വളരെ ഒരു സന്ദേശമായിരുന്നു. അപ്പോൾ ഇത്തരം രീതിയിൽ ഇത്രയും ആഘോഷത്തോടു കൂടി ഈ ഗോവർദ്ധന പൂജ ഇവിടെ അരങ്ങേറുന്ന സമയത്ത് നമ്മുടെ നാരദരുണ്ടല്ലോ, ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ഭഗവാനോടൊപ്പം അതായത് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിച്ച് അങ്ങനെ നടക്കുന്ന നാരദമുനി ഉണ്ടല്ലോ, നാരദമുനി ഇന്ദ്രദേവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇന്ദ്രദേവ അങ്ങ് കാണുന്നില്ലേ, വൃന്ദാവന നിവാസികൾ കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു പൂജിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കൂ, ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കുന്നത് എന്ന് നാരദമുനി ഇന്ദ്രദേവനോടായിട്ട് പറയുകയാണ്. ഇതൊരിക്കലും നമ്മളൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കരുതേ. നാരദമുനി കലഹപ്രിയനാണ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രചാരണമൊക്കെ നമുക്കിടയിലുണ്ട്. പക്ഷെ ഇതൊരിക്കലും ആ ഒരു രീതിയിൽ എടുക്കാനായിട്ട് പാടില്ല. നാരദമുനി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഭഗവാന്റെ ഇച്ഛയും ഹിതവും ഉണ്ട്. അങ്ങനെയാണ് നാരദമുനി ഇന്ദ്രദേവന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത്. നാരദമുനിയുടെ വാക്കുകൾ കേൾക്കുന്ന ഇന്ദ്രദേവന് താൻ സ്വയം ഒന്ന് ചെറുതായ പോലെ തോന്നി. അതായത് ഇത്രയും കാലം തന്നെ വളരെ വലിയ രീതിയിൽ വിപുലമായിട്ട് തനിക്ക് പൂജ അർപ്പിച്ച് വൃന്ദാവന നിവാസികൾ എത്ര അഹങ്കാരികളാണ്. ഇപ്പോ ഒരു കുഞ്ഞു ബാലകന്റെ വാക്ക് കേട്ടിട്ട് ഈ ഗോവർദ്ധന പർവ്വതത്തെ, വെറും ഒരു പർവ്വതത്തെ പൂജ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് ഇന്ദ്രദേവന്റെ മനസ്സിൽ ഇത്തരം രീതിയിലുള്ള ചിന്തകൾ കടന്നു പോകാനായിട്ട് തുടങ്ങി. പക്ഷെ അദ്ദേഹം അവിടെ ചിന്തിക്കുന്നില്ല, ആ ബാലകന്റെ രൂപത്തിൽ അവിടെ ആ ഒരു ആശയം കൊടുക്കുന്നത് ഭഗവാൻ നാരായണനാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ പോകുന്നില്ല. ഇത് അഹങ്കാരം നമ്മുടെ മനസ്സിൽ കുടിയേറുന്ന സമയത്ത് നമുക്ക് ശരിയായി നിൽക്കുന്ന പരിസ്ഥിതി വരെ നമ്മൾ മറന്നു പോകുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കഥയിൽ ദേവേന്ദ്രന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഗോവർദ്ധന പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയോ? ദേവേന്ദ്രൻ ഉടനെ തന്നെ സംവർത്തക എന്ന് പറയുന്ന ഒരു മഴമേഘത്തെ ഈ ഗോവർദ്ധന പൂജ നിർത്തിവെക്കാനായിട്ട് അതിഘോരമായിട്ട് ഇടിമിന്നലോടുകൂടി മഴ പെയ്യണം എന്ന് ഒരു കൽപ്പന നൽകി. അതായത് വൃന്ദാവനം നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വളരെ ഘോരമായിട്ട് ഇടിമിന്നലോടുകൂടി മഴ പെയ്യണം എന്നുള്ളൊരു കൽപ്പനയുമായി, അതായത് ദേവേന്ദ്രന്റെ അധീനതയിലുള്ള ഒരു മേഘമാണ് കേട്ടോ, മഴമേഘമാണ് സംവർത്തക എന്ന് പറയുന്നത്. ഈ മേഘത്തിനോട് ആജ്ഞാപിക്കുകയാണ്. അതായത് അപ്പോൾ ദേവേന്ദ്രന്റെ വാക്ക് കേട്ട് സംവർത്തക എന്ന് പറയുന്ന ആ മഴമേഘം വൃന്ദാവനത്തിന്റെ മുകളിൽ ചെന്ന് നിന്ന് അതിശക്തമായിട്ട് ഇടിമിന്നലോടുകൂടി മഴ പെയ്യിക്കാനായിട്ട് തുടങ്ങി. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവർദ്ധന പർവ്വതം ആകെ നനഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വൃന്ദാവന നിവാസികൾക്ക് ആദ്യമൊക്കെ പേടിയാവുകയാണ്, ഭയം തോന്നുകയാണ്. അങ്ങനെ ഓരോ നിമിഷം ചെല്ലും തോറും പക്ഷെ ഇവർ ഈ പൂജ നിർത്തിവെക്കുന്നൊന്നുമില്ല കേട്ടോ. ഭഗവാന്റെ ആ ഒരു ആശയമാണ്, നമ്മുടെ കണ്ണന്റെ ആശയമാണ്. അതുകൊണ്ട് അത് വൃത്തിയായി തന്നെ അത് നമ്മൾ പൂർത്തീകരിക്കണം എന്നൊരു ചിന്തയിലൂടെ വൃന്ദാവന നിവാസികൾ
നിവാസികൾ പൂജ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മഴമേഘം പുറപ്പെടുവിപ്പിക്കുന്ന മഴയും ഇടിയും കാറ്റും എന്ന് പറയുന്നത് ഒരു വലിയ പ്രളയം തന്നെ അവിടെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ വൃന്ദാവന നിവാസികളുടെ മനസ്സിലൊക്കെ ചെറിയ തോതിൽ പേടി വരാൻ തുടങ്ങി. അവിടെ വലിയ രീതിയിലൊരു പ്രക്ഷോഭം തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ദേവേന്ദ്രൻ വളരെ വലിയ രീതിയിലുള്ളൊരു ക്രോധ മനോഭാവത്തിൽ ഈ പൂജ എങ്ങനെയെങ്കിലും നിർത്തിവെക്കണമെന്നും വൃന്ദാവന നിവാസികളെ ഭയപ്പെടുത്തി വീണ്ടും ഇന്ദ്രപൂജയിലേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഇത്തരം പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണനെ, നമ്മുടെ ഭഗവാനെ ഒട്ടും അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ആശയപ്രകാരമാണ് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? കണ്ണാനി ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ, കണ്ണാനി ആടിയ ലീലകൾ ഒന്നൂടി ആടൂലേ, ഒന്നൂടി ആടൂലേ. ഭഗവാന്റെ അതിമനോഹരായിട്ടുള്ള ആ ഗോവർദ്ധനോദ്ധാരണ ലീല ഏതാനും നിമിഷങ്ങൾക്കകം സംഭവിക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ചെറുവിരൽ കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്ത് പോയി ആ പർവ്വതത്തെ മുഴുവനായി അങ്ങനെ ഉയർത്തി ആ ചെറുവിരലില് അങ്ങനെ അങ്ങോട്ട് നിർത്താണ്. അത്രയും ഭയപ്പെട്ട് നിൽക്കുന്ന വൃന്ദാവന നിവാസികൾ മുഴുവനും ഈ ഒരു ഗോവർദ്ധന പർവ്വതം പൊക്കി നിൽക്കുന്ന നമ്മുടെ കണ്ണനെ കണ്ട് ആ പർവ്വതത്തിന്റെ അടിയിലേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവരവരുടെ എല്ലാ സാധനങ്ങളും എടുത്ത് എല്ലാ വൃന്ദാവന നിവാസികളും ആ ഒരു പർവ്വതത്തിന്റെ താഴെ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ കാലികളെ മേയ്ക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എല്ലാവരുടെ കയ്യിൽ ഓരോരോ വടിയുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണനെ സഹായിക്കാനായിട്ട് എല്ലാവരും അവരവരുടെ വടി ഇങ്ങനെ കുത്തി 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 നിൽക്കുകയാണ് അവിടെ. അപ്പൊ ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയില് അതിമനോഹരായിട്ടുള്ള ആ വൃന്ദാവന നിവാസികളുടെ മൊത്തം ആ ഒരു യൂണിറ്റിയിലെ അത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിന്റെ ഒത്ത നടുക്കില് നമ്മുടെ ഉണ്ണി അദ്ദേഹത്തിന്റെ ചെറുവിരല് കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ഇന്ദ്രദേവന് വളരെയധികം ക്രോധം വരികയാണ്. കാരണം ഇന്ദ്രദേവന്റെ പദ്ധതികളൊന്നും ഇവിടെ നടപ്പാവുന്നില്ല എന്ന് കണ്ടിട്ട് വീണ്ടും വീണ്ടും മഴ അതിശക്തമായിട്ട് തന്നെ തുടർന്ന് പോവുകയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ വൃന്ദാവന നിവാസികൾ കണ്ണനോട് ചോദിക്കുകയാണ്, കണ്ണ, അങ്ങയുടെ ആശയപ്രകാരമല്ലേ നമ്മൾ ഈ ഗോവർദ്ധന പൂജ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കണ്ണ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ കണ്ണൻ പറഞ്ഞു, ഒട്ടും ഭയപ്പെടേണ്ട, എല്ലാ വൃന്ദാവന നിവാസികളെയും സഹായിക്കാനായിട്ട് ഈ ഗോവർദ്ധന പർവ്വതം തന്നെ എന്നും നമുക്കുണ്ട്. ആ പർവ്വതം ഇന്നും നമ്മളെ കൈവിടാനായിട്ട് പോകുന്നില്ല, ഭയപ്പെടാതെ നിൽക്കൂ എന്ന് പറഞ്ഞ് കണ്ണൻ അവരുടെ പേടിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആ മുരളി ഉണ്ടല്ലോ, ആ മുരളി ഗാനം ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ച് പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ കണ്ണന്റെ മുരളിയുടെ വേണുഗാനം എന്ന് പറയുന്നത് അതെല്ലാവരും മയക്കും. എല്ലാവരുടെ മനസ്സിലുള്ള ആ ഒരു വിഷമവും ആ ഒരു ആശങ്കയും ഒക്കെ ആ ഒരു സംഗീതത്തിൽ ഇങ്ങനെ അലിഞ്ഞങ്ങനെ പോകും. അപ്പൊ എല്ലാവരും ഭഗവാന്റെ ഈ സംഗീതം കേട്ട് ഇങ്ങനെ നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി, പാട്ട് പാടാനായിട്ട് തുടങ്ങി. അതായത് ഇത്രയും വലിയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ആ പുറത്ത് കിടക്കുന്ന സംഭവങ്ങളെ പറ്റി യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല. അവര് ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴെ നിന്ന് ഭഗവാന്റെ കൂടെ നിന്ന് അത്രയും സന്തോഷിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു സന്ദേശമാണ്. അതായത് നമ്മൾ എത്ര ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും നമ്മളെ ഭഗവാന്റെ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെവിടെയും തളർന്നു പോവില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു മെസ്സേജാണ് ഈ ഒരു ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴെ കണ്ണനോടൊപ്പം 7 ദിവസമാണ് വൃന്ദാവന നിവാസികൾ ഇങ്ങനെ നിന്നത്. ഈ 7 ദിവസത്തിനിടയിൽ ദേവേന്ദ്രൻ വളരെ വലിയ രീതിയിൽ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഒന്നും തന്നെ നടപ്പായില്ല കേട്ടോ. ഭഗവാന്റെ സംരക്ഷണയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഭഗവാൻ നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല. അപ്പോൾ ദേവേന്ദ്രൻ അങ്ങനെ അടിയറവ് പറയുകയാണ് ഭഗവാനോട്. കാരണം ഇത്തരം രീതിയിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം പരാജയപ്പെട്ട് വരുമ്പോഴാണല്ലോ ഭഗവാനെ കുറിച്ച് കൂടുതൽ ജ്ഞാനം വരുന്നത്. പിന്നെയാണല്ലോ മെല്ലെ മെല്ലെ ആ ഒരു റിയലൈസേഷൻ വരുന്നത്. ഭഗവാന്റെ കൺട്രോളിലാണ് എല്ലാം നിൽക്കുന്നത്. അഹങ്കാരമൊക്കെ മനസ്സിലുണ്ടായിരുന്ന അഹങ്കാരമൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇല്ലാതെയായി. അങ്ങനെ ഇന്ദ്രദേവൻ വളരെ വലിയ രീതിയിൽ അടിയറവ് പറഞ്ഞ് അങ്ങനെ 7 ദിവസത്തിന് ശേഷം മഴയൊക്കെ ഒന്ന് ശാന്തമായിട്ട് വരികയാണ്. അങ്ങനെ വൃന്ദാവന നിവാസികൾ അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വൃന്ദാവനത്തിൽ അനേകം ലീലകളെ പ്രവർത്തിക്കും ഭഗവാൻ. പക്ഷെ വൃന്ദാവന നിവാസികൾക്കൊന്നും ആ ഒരു മൈൻഡിൽ നിൽക്കില്ല. കാരണം ഭഗവാന്റെ യോഗമായ അവരിൽ എല്ലാവരെയും ബാധിച്ചിട്ട് അതെല്ലാവരും മറന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ
ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാവരും ഈ വടി കുത്തിയിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ വൃന്ദാവന നിവാസികളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവുകയാണ്, ഈ വടി കുത്തി നിന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി നമ്മളെല്ലാവരും അങ്ങനെ സുരക്ഷിതരായി എന്നുള്ളൊരു ചിന്ത അവരെല്ലാവരുടെയും മനസ്സിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ മഴയൊക്കെ നിന്നതിന് ശേഷം വൃന്ദാവന നിവാസികൾ, അതായത് ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴെ നിൽക്കുന്ന വൃന്ദാവന നിവാസികൾ കണ്ണനോടായിട്ട് പറയാ, കണ്ണാ നീ നിന്റെ കൈയും എല്ലാം എടുത്തോളൂ, കാരണം ഇത്രയും ദിവസം നീ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ചെറുവിരലും ഉയർത്തിപ്പിടിച്ച് നിൽക്കല്ലേ, നീ മെല്ലെ കൈ താഴ്ത്തിക്കൊള്ളൂ, നിനക്ക് ഞങ്ങൾ വെണ്ണയും പാലും ഒക്കെ തരാം, നീ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കി, നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വൃന്ദാവന നിവാസികൾ കണ്ണനോടായിട്ട് പറയുകയാണ്. അപ്പോൾ കണ്ണൻ പറഞ്ഞു, ഇല്ല, നിങ്ങളെല്ലാവരും മെല്ലെ മെല്ലെ നിങ്ങളുടെ ഭവനത്തിലേക്ക് മെല്ലെ മെല്ലെ പോയതിനു ശേഷം ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് കണ്ണനോടുള്ള സ്നേഹം കൊണ്ട് അവർ പറഞ്ഞു, ഇല്ല കണ്ണാ, നീ എത്ര ദിവസമായി ഇങ്ങനെ നിൽക്കുന്നു, ഓടക്കുഴൽ ഊതി അങ്ങനെ ചെറുവിരല് ഈ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് എത്ര ദിവസമായി നീ നിൽക്കണോ, അപ്പം നീ മെല്ലെ പൊയ്ക്കോ, നീ കുറച്ച് നേരം അങ്ങനെ വിശ്രമിക്ക് കണ്ണ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന കണ്ണന് വളരെ വലിയ രീതിയിൽ, അതായത് അവരുടെ ആ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു വാത്സല്യമില്ലേ, എങ്ങനെയാണോ ഒരു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, തൻ്റെ സ്വന്തം പുത്രനെ സ്നേഹിക്കുന്നത്, അത് ആ ഒരു നിഷ്കളങ്കമായ വാത്സല്യമാണ് വൃന്ദാവന നിവാസികൾക്ക് കണ്ണനോടായിട്ടുള്ളത്. അപ്പോൾ കണ്ണൻ മെല്ലെ ആ കൈയിൻ്റെ ബാലൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ത്തിയപ്പോഴത്തേക്ക് ഗോവർദ്ധന പർവ്വതം ഇളകാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് പല ആൾക്കാർക്ക് മനസ്സിലാവുകയാണ്, കണ്ണനാണ് ഈ ഗോവർദ്ധന പർവ്വതത്തെ മുഴുവൻ ഉയർത്തി ആ ഒരു മുഴുവൻ ഭാരവും കണ്ണൻ്റെ വിരലിൽ നിൽക്കുകയാണെന്നുള്ളത് കുറേ ആൾക്കാർക്ക്, വൃന്ദാവനത്തിൽ കുറേ ആൾക്കാർക്ക് അപ്പോഴാണ് ഒരു ഉള്ളിലേക്കുള്ളൊരു തോന്നൽ വരികയാണ്. അങ്ങനെ കണ്ണൻ പറഞ്ഞു, എല്ലാവരും അവരവരുടെ വടിയൊക്കെ എടുത്ത് അവരവരുടെ ഭവനത്തിലേക്ക് മടങ്ങുക, ഞാനും നിങ്ങളെല്ലാവരും പോയതിനു ശേഷം ഞാൻ ഈ പർവ്വതത്തിനെ ഇറക്കി വെച്ച് ഞാനും മടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും അവരവരുടെ ഭവനത്തിലേക്ക് ചെന്നെത്തിയതിനു ശേഷം കണ്ണൻ മെല്ലെ ഗോവർദ്ധന പർവ്വതത്തെ നിലത്തിലേക്ക് വെക്കുന്നുണ്ട്. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ഈ ഗോവർദ്ധനോദ്ധാരണം ലീല കണ്ടിട്ട് ഇന്ദ്രദേവന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള എല്ലാ അഹന്തയും മാറി. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ ക്ഷമാപണം നടത്താനായിട്ട് ഭഗവാൻ അങ്ങനെ ഒറ്റ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ മുന്നിൽ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഭഗവാനോട് വളരെ വലിയ രീതിയിലുള്ള മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തെറ്റുകൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് വലിയൊരു ക്ഷമാപണം നടത്തിയിട്ടാണ് ഇന്ദ്രദേവൻ പിന്നെ ഇന്ദ്രലോകത്തിലേക്ക് തിരിച്ചു പോകുന്നത്. ഇതാണ് ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ലീലയെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു കർമ്മയോഗിയാണ്. അത്രയും കർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. കാരണം ഭഗവാന്റെ കൃഷ്ണാവതാരം എന്ന് പറയുന്ന ആ ഒരു അവതാരം തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം, ജനനം തൊട്ട് ഭഗവാന്റെ സ്വർഗാരോഹണം വരെ അനേകം കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് ഇപ്പൊ ഭഗവാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യാതെ ഭഗവാൻ ഏത് നേരവും പ്രാർത്ഥിച്ച് ഏത് നേരവും ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ സ്വീകരിക്കില്ല. കാരണം ഭഗവാനെ പോലത്തെ ഒരു കർമ്മയോഗി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത്രയും അധികം കർമ്മങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ഭഗവാൻ. നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജരാചരത്തിനും അതിൻ്റെതായ കർമ്മമുണ്ട്. ആ കർമ്മം നമുക്ക് അധിഷ്ഠിതമായ കർമ്മം ചെയ്യാതെ, ആ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ധാർമ്മിക ബോധത്തോടു കൂടിയായിരിക്കണം ആ കർമ്മം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നമ്മൾ എത്ര തന്നെ ഭഗവാനെ വിളിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇനി ഇതിന് വേറൊരു വശമുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൽ അഹങ്കരിച്ച് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്ദ്രദേവൻ അങ്ങനെയായിരുന്നു. ഇന്ദ്രദേവന്റെ കർത്തവ്യം ഇന്ദ്രദേവൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കർത്തവ്യം നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് വളരെ വലിയ രീതിയിൽ അഹങ്കാരം കൊണ്ട് നടക്കുക, അതും ഒരിക്കലും പാടില്ല. അതൊരിക്കലും ചെയ്യരുത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ അതിന് നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോവർദ്ധനോദ്ധാരണത്തിന്റെ കഥ. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കാരണം എല്ലാവർക്കും ഭഗവാന്റെ വാത്സല്യം ലഭിക്കാനായിട്ട് സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കഥ ഞാൻ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. നന്ദി.